ദേശക്കാരറിയാൻ തിരൂരങ്ങാടി, താനൂര്, പൊന്നാനി, ഈ മഞ്ചേരി ദേശത്തും ഇന്നു മുതൽ 144 വകുപ്പ് നടപ്പാക്കുന്നു. നാട്ടുകാർ ആയുധമുണ്ടാക്കുന്നതും സൂക്ഷിക്കുന്നതും സഭ കൂടുന്നതും വിലക്കുന്നു. കളക്ടർ സാഹിബിന്റെ കൽപ്പന. ഐതലു, വണ്ടിക്കാരെ വിളിക്കുന്ന പോലീസ്. ഇതിൽ എഴുതിയിരുന്നാന്ന് വായിക്കാൻ നിങ്ങൾക്ക് അറിയാലോ. അല്ലാഹു അക്ബർ. ഒരു മുസ്ലിമായ എങ്ങൾ ഈ കൊടീനെ പിടക്കാക്കിയത് ശരിയായില്ല. ആയിരോ കൊണ്ടേക്കെട്ട്. എടാ കാതെ, അഹമ്മദ് കാണിച്ചാൽ അടിച്ചെന്റെ പല്ലി ഞാൻ കൊയ്ക്കും. നിങ്ങൾ പേടിപ്പിക്കുക. നിങ്ങളിട്ട പോലീസ് ഉപ്പായത്തിന്റെ പവർ കാണിച്ചാണ് പറയണെങ്കിൽ ഈ മീശ മുളക്കാത്ത പ്രായത്തില് പട്ടാളക്കാരന്റെ യൂണിഫോം ഇട്ടോനാ ഞാൻ. അന്യ നാട്ടിൽ 4 കൊല്ലം തോക്കും പീരങ്കിയും ചീറുന്നതിനിടയില് മയ്യത്തുങ്ങളെ ചവിട്ടി മെതിച്ച് നടന്നോനാ. ഇന്റെ പല്ല് നോക്കിയാ നിങ്ങൾക്ക് പുതിയ വരി. എന്താ മൊയ്തീൻ? നിങ്ങൾ ഒരുത്തനെ ചക്കന്മാരെ മുഴുവനും ചീറ്റിയാക്കിയത് എനിക്കറിയാനിട്ടല്ല. ഇവന്റെ അഹമ്മദ് ഞാൻ നിർത്തും, ഇല്ലെങ്കിൽ എന്റെ പേര് മൊയ്തീൻ എന്നല്ല. എന്താ ഉണ്ടായത് പറയൂ. 144 നടപ്പാക്കട്ടെ. ഈ അമക്കൾ പിരിഞ്ഞു പോകണ്ട ഇവിടെ എന്നാല്. ഖാദറെ, മൊയ്തീൻ പറയുന്നത് നിയമമാണ്. നിങ്ങൾ പിരിഞ്ഞു പോകണം. 144 ഇപ്പോഴല്ലേ അവര് മുട്ടി അറിയിച്ചത്. കണ്ടോലെ സാധനാണ്. അത് ബിറ്റ് ചെയ്യാണ്ട് തിരിച്ചു പോലെ നമ്മൾ അന്നം മുട്ടൂലേ. 144 അല്ല 288 ആയാലും ശരി, ചന്ത ചെയ്യാണ്ട് തിരിച്ചു പോണ പ്രശ്നമല്ല ഒരുത്തനും. കണ്ടോ ഓൻ പറയുന്നത് കേട്ടോ. നിങ്ങൾ വരും, പറയട്ടെ വരാൻ. പോലീസിനോട് ഭയക്കിട്ടാ കേടാ. ആ മൊയ്തീൻ പകയുള്ളവനാ. പോവാൻ പറടാ അവനോട്. ഇൻസ്പെക്ടർ ആനക്കായിട്ട് പോയതാ. തിരിച്ചു വരുമ്പോ ഇവറ്റകൾ ഇവിടെ കണ്ടാൽ ഒന്നിന്റെ പൊടി കാണില്ല. എന്റെ കാര്യം കൊതം കിട്ടില്ലേ? അതിനു മുൻപ് ഞാൻ അവരെ സമാധാനിപ്പിച്ച് അയച്ചോളാം. എന്നാ ചൊല്ലി വരൂ. ഖാദറെ, തക്കുന്നശ്ശേരിക്ക് ഇയാളെ തന്റെ വണ്ടി കൊണ്ടുപോകണം. കിഴക്കേടത്ത് വീട്ടിലേക്കാ. കച്ചവടം തീർന്നേ പുറപ്പെടൂ. വയ്യൂ മതി. കാണിച്ചാലും തുറഞ്ഞ് താൻ കുഴപ്പം കാണിക്കാൻ ഞാൻ മതി. താണ് കൊടുത്താലും കേടാ. ആ പാവം മാന്നാരെ പോലീസ് അന്വേഷിക്കണ്ടല്ലോ. ആൾ ഒളിവിൽ പോയിന്നാ ഇവിടേക്ക് ശ്രുതി. ഏയ്, അയാൾ ഇപ്പൊ പൂക്കോട്ടൂര് പ്രസംഗിക്കുന്നുണ്ടാവും. എന്നാൽ ഇന്ന് സമരത്തിന്റെ രൂക്ഷത കൂട്ടാൻ വിദേശ വസ്ത്രം ബഹിഷ്കരിച്ചാൽ മാത്രം പോരാ, ചുട്ടുകരിക്കൂടെ വേണമെന്നാണ് നിർദ്ദേശം. നാം ഇവിടെ കൂടിയിരിക്കുന്നത് അതിനുവേണ്ടിയാണ്. നിങ്ങൾ ഓരോരുത്തരും കൊണ്ടുവന്ന വിദേശ വസ്ത്രങ്ങൾ ഈ വേദിയിൽ എത്തിക്കുക. നാടിന്റെ സ്വാതന്ത്ര്യലബ്ധിക്ക് വേണ്ടി നടത്തുന്ന ഈ യജ്ഞത്തിൽ ഹോമാഗ്നി ജലിപ്പിക്കാൻ നമുക്കെല്ലാം ആരാധ്യനും പണ്ഡിതനുമായ കട്ടിലിശ്ശേരി മുഹമ്മദ് മുസ്ലിയാർ അവർകളെ ഞാൻ ക്ഷണിക്കുന്നു. പൂക്കോട്ടുകാരും അധ്യക്ഷൻ കെ മാധവൻ നായരും എന്നോട് പൊറുക്കണം. ഞാനിത് ചെയ്യില്ല. കാരണം ഇതിന് എന്നേക്കാൾ യോഗ്യതയുള്ള മറ്റൊരാൾ ഇവിടെ ഇരിപ്പുണ്ട്. ആഢ്യത്വം വിളയുന്ന തറവാട്ട് മാളികയിൽ നിന്നിറങ്ങി ആയിത്തവും ദുരാചാരവും വെടിഞ്ഞ് നമ്മോടൊപ്പം ചേർന്ന ഒരു തമ്പുരാട്ടി. അങ്ങനെ വിളിക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെടില്ലെന്നറിയാം. അതുകൊണ്ട് മാറ്റി പറയാം. ശ്രീമതി രാധാവർമ്മ. വീരാന്റെ നോട്ടക്കുറവാന്നാ ഞാൻ പറയുക. ഇല്ലമ്പ്ര, കൊല്ലും കൊലയും ഒരുപാട് നടത്തിയവനാ ആ അബ്ദുള്ള കുട്ടി. മറ്റാർക്കും ഇവിടത്തെ കളപ്പര കുത്തിപ്പൊളിച്ച് കക്കാൻ ധൈര്യം വരില്ല എന്ന് ഇൻസ്പെക്ടർ പറഞ്ഞു. താൻ കാര്യസ്ഥരാണെന്നും പറഞ്ഞ് ഇടം വരെ നടക്കുക എന്നല്ലാതെ. കേശവൻകുട്ടി, എന്നിട്ട് കള്ളനെ പിടിച്ചോ അവര്? ഇല്ല അമ്പ്ര, പോലീസുകാർക്ക് അബ്ദുള്ള കുട്ടിയെ പേടിയാ. താൻ കാവലിന് ആളെ കൂട്ടിക്കോളൂ. അതിരിക്കട്ടെ, തന്റെ മകൻ നമുക്ക് പാട്ടം തരുന്നവരെ തടയാനും കുടിയാന്മാരെ നമുക്കെതിരായി. അടിയന്റെ ചക്കൻ അങ്ങനെ പറയൂലേ തമ്പുരാൻ. താൻ ബാധിക്കേണ്ട തെളിവുണ്ട്. ഉണ്ടെങ്കിൽ ഓന്റെ കാര്യം നമ്മൾ വെട്ടി മുറിച്ചിടും.
വേണ്ട. ഇടത്തിലെ തമ്പ്രാക്കന്മാരോട് കൂലി വാങ്ങാൻ പറ്റൂല. ഇവിടുത്തെ കുടിയാന്മാരാണോ നിങ്ങൾ? ആയിരുന്നു. കുടിയന്മാരല്ല, കാര്യസ്ഥൻ. എന്റെ വാപ്പ പണ്ടാരക്കണ്ടി മൂസ. ഇപ്പൊ ഇരിക്കക്കൂര നിൽക്കണ പറമ്പൂടി തമ്പ്ര ഒഴിപ്പിച്ചെടുത്തു. ഐദ്രു, അന്യ നാട്ടിൽ നിന്ന് വന്നവരോട് പറഞ്ഞിട്ട് എന്താണ് കാര്യം? വേണ്ട. അബ്ദുള്ള പടച്ചോന്റെ ദാസൻ എന്നാണ് അർത്ഥം. പക്ഷേ ഈ പിശാസിന്റെ കൂട്ടാണ്. ഇത് ചെയ്ത തെറ്റ് പടച്ചോൻ പൊറുക്കൂല. രാത്രി ഒറ്റയ്ക്ക് ഈ ബൈക്ക് വണ്ടിയും തെളിച്ച് വരരുതെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലേ? പിടിച്ച് കേട്ടോ അവന്റെ കൈയും കാലും.